രാഹുൽ, ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പരസ്യമായി ക്ഷണിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണോ ഇപ്പോൾ പി ജെ ജോസഫിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്? അത് UDF-ൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്, മുന്നണി വികസനമേ ഉദ്ദേശിക്കുന്നില്ല എന്ന രൂപത്തിലാണോ അദ്ദേഹത്തിന്റെ പ്രതികരണം? ഇപ്പോൾ മാണി വിഭാഗവുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ അദ്ദേഹം പറയുന്നത്. സ്മൃതി, പി ജെ ജോസഫ് മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ജോസ് കെ മാണി ഉൾപ്പെടുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് എത്തേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ് പി ജെ ജോസഫ് ചെയ്യുന്നത്. അതേസമയം സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF-ന്റെ മുന്നണി വിപുലീകരണമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി UDF മുന്നണി വിപുലീകരിക്കണം, താല്പര്യമുള്ള ആളുകളെ UDF-ലേക്ക് എത്തിക്കണം എന്ന നിലപാട് UDF-ന്റെ മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനെ പൂർണ്ണമായും തള്ളുകയാണ് പി ജെ ജോസഫ് ചെയ്യുന്നത്. ഘടകകക്ഷികളെ എത്തിച്ചുകൊണ്ട് മുന്നണി വിപുലീകരിക്കുകയല്ല ചെയ്യേണ്ടത്, പകരം കൂടുതൽ ജനങ്ങളെ UDF-ൽ എത്തിച്ചുകൊണ്ട് ജനകീയ അടിത്തറ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അതിനാദ്യം UDF-ൽ ചർച്ച നടത്തണം. ആ UDF-ൽ ചർച്ച ഇതുവരെയും നടന്നിട്ടില്ല എന്ന കാര്യം കൂടി പി ജെ ജോസഫ് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ UDF-ന്റെ മുതിർന്ന നേതാക്കളെ അപ്പാടെ തള്ളുന്ന ഒരു പ്രതികരണമാണ് പി ജെ ജോസഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇന്നലെ ജോസ് കെ മാണി ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിനെ പൂർണ്ണമായും തള്ളുകയും ചെയ്യുന്നുണ്ട്. ജനകീയ അടിത്തറ ഇല്ലാത്ത ജോസ് കെ മാണിക്ക് മറുപടി പറയേണ്ട കാര്യം തനിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ UDF-ന്റെ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് UDF-ൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് പി ജെ ജോസഫിന്റെ ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. സ്മൃതി. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.